ITI സിവിൽ ഡ്രാഫ്റ്റ്സ്മാൻ ട്രേഡിലെ ആർച്ചസിൻ്റെ ഡ്രോയിങ്ങിൻ്റെ ഒരു സീരീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലിനി നെക്സ്റ്റ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഒരു സെഗ്മെൻ്റൽ ആർച്ചാണ്. സെഗ്മെൻ്റൽ ആർച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു സർക്കിളിൻ്റെ ഒരു പോർഷനെയാണ് നമ്മളൊരു സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഷേപ്പിൽ വരുന്ന ഒരു ആർച്ചിനെയാണ് സെഗ്മെൻ്റൽ ആർച്ച് എന്ന് പറയുന്നത്. ആസ് യൂഷ്വൽ സ്പാന്, ഡെപ്ത്ത്, റൈസ് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1:10 സ്കെയിൽ ചെയ്തിട്ടുള്ളത്. 800 mm ആണ് ക്വസ്റ്റ്യനിൽ സ്പാൻ തന്നിട്ടുള്ളത്. നമ്മളത് 8 cm ആക്കിയിട്ട് സ്പാൻ വരച്ചിട്ടുണ്ട് ആദ്യം തന്നെ. നെക്സ്റ്റ് സ്പാനിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം സെൻറ്ററിൽ നിന്ന് മേലോട്ട് നമ്മൾ ആർച്ചിൻ്റെ റൈസ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 200 mm ആണ് സ്കെയിൽ ചെയ്തിട്ട് നമ്മളത് 2 cm വരയ്ക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ വരച്ചിട്ടുള്ള റൈസിൻ്റെ എൻഡും അതുപോലെ തന്നെ സ്പാനിൻ്റെ എൻഡും തമ്മിൽ കണക്ട് ചെയ്തിട്ട് 2 സ്ലോപ്ഡ് ആയിട്ടുള്ള ലൈൻസ് വരയ്ക്കുന്നുണ്ട്. ഇനി ഈ 2 സ്ലോപ്ഡ് ലൈൻസിന് നമ്മളൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. നമ്മൾ 2 എൻഡിലും കോമ്പസ് ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുന്നത്. ഇനി ആർക്കെങ്കിലും ഇത് വരയ്ക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഇതെങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്, പക്ഷെ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ ഞാനത് ചെയ്യാം. അപ്പോൾ 2 സൈഡിനും നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം ആർക്കുകൾ വരച്ചിട്ട് അവരെ പരസ്പരം മീറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഈ പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ട് ആ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ 2 ബൈസെക്ടേഴ്സും വരയ്ക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇവർ 2 പേരും ഒരു കോമൺ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. ഈ പോയിന്റാണ് നമ്മൾ ആർച്ചിൻ്റെ സെൻറ്ററായിട്ട് എടുക്കുന്നത്. അതായത് സെഗ്മെൻ്റൽ ആർച്ചിൻ്റെ സെൻറ്ററായിട്ട് എടുക്കുന്നത് ഈ ഒരു പോയിന്റാണ്. ഇനി ഈ പോയിന്റിൽ നമ്മൾ കോമ്പസ് വെച്ചിട്ടാണ് അതുവരെയുള്ള എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് റേഡിയസ് ആയിട്ട് എടുത്തിട്ട് ആർച്ചിൻ്റെ ഇൻട്രഡോസ് വരച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ആ സെയിം ടൈം നമ്മൾ സെൻറ്ററിൽ നിന്ന് ആർച്ചിൻ്റെ എൻഡിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്. ഈ ലൈന് ഒരു 2 cm പുറത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുകയാണ്. അതായത് ആർച്ചിൻ്റെ ഡെപ്ത്ത് 2 cm ആണ്, 200 mm ആണ് തന്നിട്ടുണ്ട്. ആ പോയിന്റിലും നമ്മൾ എന്ത് ചെയ്യാണ്, കോമ്പസ് കുത്തിയിട്ട് നമ്മൾ ആർച്ചിൻ്റെ എക്സ്ട്രാ ഡോസ് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. പക്ഷേ ഈ സ്റ്റെപ്പ് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി എല്ലാ ക്വസ്റ്റ്യനും തരുന്ന പോലെ തന്നെ ഇതിലും നമുക്ക് എക്സ്ട്രാ ഡോസിലുള്ള വൗസിയറിൻ്റെ വിഡ്ത്ത് തന്നിട്ടുണ്ട്. അത് നമ്മൾ എക്സ്ട്രാ ഡോസിൽ കണ്ടിന്യൂസ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. 100 mm ആണ് എക്സ്ട്രാ ഡോസിൻ്റെ വിഡ്ത്ത്. അത് നമ്മൾ സ്കെയിൽ ചെയ്തിട്ട് 10 mm ആക്കിയിട്ട് വരയ്ക്കുകയാണ്. അപ്പോൾ കംപ്ലീറ്റ് എക്സ്ട്രാ ഡോസിൽ നമ്മൾ കോമ്പസ് ഉപയോഗിച്ചിട്ട് ഈ 1 cm ഡിസ്റ്റൻസിൽ വൗസിയേഴ്സ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ വൗസിയേഴ്സ് വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് ആർച്ചിൻ്റെ സെൻറ്ററിലോട്ട് വരുന്ന രീതിക്ക് വേണം നമ്മൾ വരയ്ക്കാൻ. അപ്പോഴേ അത് കറക്റ്റ് ടേൺ ചെയ്ത് വരുള്ളൂ. സെഗ്മെൻ്റൽ ആർച്ച് ഒരു 1 സെൻറ്റേർഡ് ആർച്ചാണ്. അതുകൊണ്ട് തന്നെ ഒറ്റ സെൻറ്റർ മാത്രമേ ഉള്ളൂ. ആ സെൻറ്ററിലോട്ട് വരുന്ന രീതിക്കാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ താങ്ക് യു.